ചെണ്ടപ്പുറത്ത് കോല് വീണ് കഴിഞ്ഞാൽ എൻ്റെ ഏട്ടനവിടെ ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടില്ലേ. ആൾക്ക് നേർച്ച പൂരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മെയിനായിട്ട് വെടിക്കെട്ട് എവിടെ ഉണ്ടെങ്കിലും ആൾ പോവും. അങ്ങനെ ഒരാഴ്ച മുന്നേ എന്നോട് പറയുന്നുണ്ട്, നമുക്ക് പൂരം കാണാൻ പോകണം, ശുഗപുരം പൂരം കാണാൻ പോകണം, അവിടെ നല്ല വെടിക്കെട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി കാണിച്ചു തരാമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടിയിട്ട് ശുഗപുരം കാണാനാണ് ഈ പോണത്. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് ഈ ആനകൾ നെറ്റിപ്പട്ടൊക്കെ കെട്ടി തല ഇങ്ങനെ എടുത്ത് പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഐശ്വര്യമാണല്ലേ കാണാനായിട്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി നിന്ന് പോകും അതിനെ. പക്ഷെ അവരിടഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്ന ടൈമിൽ നമുക്ക് ആ പൂരത്തിനേ പോകാൻ തോന്നില്ല. അത്രയും പേടിയാവും. ആനയല്ലേ, എന്താ ചെയ്യാന്ന് നമുക്കറിയില്ലല്ലോ. അയ്യോ, ഞാൻ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് വിട്ടുപോയില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെടിക്കെട്ട് നടക്കണ പാടത്തേക്ക് നടന്നു പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഏട്ടൻ പറഞ്ഞ് 7 മണിയാകും വെടിക്കെട്ട് തുടങ്ങാൻ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം പൂരം കാണാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇടയിൽ കൂടെ പാടത്തിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് അപ്പുറത്ത് പൂരം കാണാനായിട്ട് പോയി. അങ്ങനെ ഒരു വരവൊക്കെ കണ്ട് അപ്പോഴേക്കും മോൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ബോറടിക്കുന്നുണ്ട്, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് 2 ഐസ്ക്രീമും വെള്ളമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പാടത്ത് അവിടെ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെടിക്കെട്ട് തുടങ്ങി. നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു. ജീവിതത്തിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്